ഹായ് വെൽക്കം ടു another വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രോട്ടീൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പീ പ്രോട്ടീൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂട്രാബേയുടെ പീ പ്രോട്ടീൻ ഐസൊലേറ്റ് നമ്മൾ അൺബോക്സ് ചെയ്തായിരുന്നു. ടു ബി ഫ്രാങ്ക്, നല്ല രീതിയിലുള്ള ഡൈജഷൻ എല്ലാം തന്നെ പ്രോപ്പർ ആണ്, നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ട്. അത്യാവശ്യം ഒരു സ്കൂപ്പിൽ വന്നിട്ട് 24 ഗ്രാം 25 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ വരുന്നുണ്ട്. പീ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ്, നല്ല റിസൾട്ട് ഉണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഡൈജഷൻ പ്രോപ്പർ ആണ്, നല്ല സ്റ്റൊമക്ക് ഒക്കെ ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ഇല്ല. നല്ല രീതിയിൽ ഐ റിയലി ലവ് ദാറ്റ്. ഓക്കെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. സോ അഗെയിൻ ഞാൻ ന്യൂട്രാബേയുടെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. സോ ശരിക്കും നിങ്ങൾ പീ പ്രോട്ടീൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ന്യൂട്രാബേയുടെ ഏതായിരുന്നു പീ പ്രോട്ടീൻ ഐസൊലേറ്റ്, ഇറ്റ് ഈസ് എ ബെസ്റ്റ് ചോയ്സ്. ഒരു നല്ല ഒരു ചോയ്സ് ആണ്. നിങ്ങൾക്കത് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കഴിക്കുന്ന സമയത്ത് കുറച്ചൊരു ടേസ്റ്റ് വൈസ് നോക്കുന്ന സമയത്ത് അതൊരു ഫ്ലേവേർഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കഴിക്കുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ടും അതുപോലെ തന്നെ ഡൈജസ്റ്റബിലിറ്റി ഒക്കെ നല്ല സൂപ്പറാണ്. എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏർലി മോർണിംഗ് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് നൈറ്റ് നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ വേണമെങ്കിൽ കഴിച്ചോ. ഒരു തരത്തിലുള്ള സ്റ്റൊമക്കിന് ഡിസ്കംഫർട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ഉള്ള ഒരു സംഭവമാണ് പീ പ്രോട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് പ്രോട്ടീൻ അല്ല എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, ല്യൂസിൻ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ആണ്. നിങ്ങൾ ഒന്ന് നോക്കാം. ഓക്കെ, സോ അഗെയിൻ ന്യൂട്രാബേയുടെ വേറൊരു പ്രോട്ടീൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അൺബോക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇന്നിപ്പോൾ ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളതാണ് ന്യൂട്രാബേയുടെ ഒരു പ്രോട്ടീൻ. ഏതാണ് എന്നുള്ളത് കാര്യങ്ങളൊക്കെ പറയാം, ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പീ പ്രോട്ടീൻ്റെ ടേസ്റ്റ് വൈസ് ഓക്കെ അല്ല, ടേസ്റ്റ് തീരെ അങ്ങനെ കഴിക്കാത്തവർക്ക് ഒരു കംഫർട്ട് ആയിരിക്കില്ല. അതിന്റെ ഫ്ലേവേർഡ് കറന്റ്ലി ലഭ്യമല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ല ഒരു ഇതാണ്. പക്ഷെ ഞാൻ വേ പ്രോട്ടീൻ കഴിച്ച സമയത്ത് എനിക്ക് കൈൻഡ് ഓഫ് ബ്ലോട്ടിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില വേ പ്രോട്ടീൻസ് കഴിച്ച സമയത്ത്. ഓക്കെ, ഇതിലാണ് വരുന്നത്. ഇത് ബോക്സ് ന്യൂട്രാബേയുടെ. ഓക്കെ, വേറെ ഒന്നുമില്ല. നല്ല രീതിയിൽ പാക്കിംഗ് ഉണ്ട്, നല്ല പാക്കിംഗ് ആണ്. അത് ഭയങ്കര ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ്. എപ്പോഴും പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് പ്രൊഡക്റ്റ് മേടിക്കാനായിട്ട് നോക്കാം. അപ്പൊ ഞാനിത് ന്യൂട്രാബേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കയറി പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പീ പ്രോട്ടീൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഗനാണ് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അന്ന് മലയ്ക്ക് പോകുന്നൊരു സമയമായിരുന്നു, എനിക്ക് എഗ്ഗ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പീ പ്രോട്ടീൻ എടുക്കാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, എയർ ബബിൾ wrap, yes. Okay, so here we go, our product. നമ്മൾ ഇന്ന് മേടിച്ചിട്ടുള്ളത് ന്യൂട്രാബേയുടെ തന്നെ. പാത്രം ചെറുതായിട്ട് ഞളങ്ങി പോയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. യെസ്, ഇതാണ് ന്യൂട്രാബേയുടെ പ്യുവർ സോയ് പ്രോട്ടീൻ ഐസൊലേറ്റ്. അൺഫ്ലേവേർഡ് തന്നെയാണ് കേട്ടോ. അൺഫ്ലേവേർഡിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും. കഴിക്കാൻ നമുക്ക് ഭയങ്കര ടേസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്കിതൊന്ന് ഇത് ബോക്സ് ഒന്ന് ചെറുതായിട്ട് ഞെളിങ്ങി പോയിട്ടുണ്ടേ. ഓക്കെ, അപ്പോൾ വേറെ പ്ലാന്റ് പ്രോട്ടീനുകളെല്ലാം തന്നെ അവൈലബിൾ ആണ്. പക്ഷെ ന്യൂട്രാബേഡ് എനിക്ക് കഴിക്കുന്ന സമയത്ത് ഇതിന്റെ അബ്സോർപ്ഷൻ അതുപോലെ തന്നെ ഡൈജഷൻ ഒക്കെ നല്ല രീതിയിലാണെന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രാച്ച് ചെയ്യാം, പക്ഷേ കൈ വെച്ച് സ്ക്രാച്ച് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് കെമിക്കൽ. ഓക്കെ, സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് കുടിച്ചു നോക്കാം. ഇത് സോയ് പ്രോട്ടീൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ജസ്റ്റ് പറയാം. ഓക്കെ, ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏർലി മോർണിംഗ് കഴിക്കാം, പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് ആയിട്ട് കുടിക്കാം, പോസ്റ്റ് വർക്കൗട്ട് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ മീൽസിന്റെ ഇടയിൽ കഴിക്കാം, ഉറങ്ങുന്ന സമയത്ത് കഴിക്കാം. എപ്പോൾ കഴിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. വേ പ്രോട്ടീന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും. മിക്കവാറും എല്ലാത്തിലും ഡൈജസ്റ്റീവ് എൻസൈമുകൾ ഉണ്ടെങ്കിൽ പോലും ഡൈജഷൻ ഒരു മെയിൻ ആയിട്ടുള്ള ടാസ്ക് ആണ്. ഭയങ്കരമായിട്ട് ചില പ്രോട്ടീനുകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല,
ചിലപ്പോൾ ചില ആളുകൾക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ആളുകൾക്കും എന്തുണ്ടാവാം, ഇത് വ്യത്യാസം വരാട്ടോ. ചിലർക്ക് അങ്ങനെയായിരിക്കും, ചിലർക്ക് ഇങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെയുണ്ട്. പക്ഷെ ഇത് ഡെഫിനറ്റ്ലി നല്ലതാണ്. ഇത് സോയ് പ്രോട്ടീൻ ഞാൻ നോക്കിയിട്ടില്ല. പീ പ്രോട്ടീൻ ബെസ്റ്റ് സാധനമാണ്, കഴിക്കുമ്പോഴുള്ള ഡിസ്കംഫേർട്ട് മാത്രം കേട്ടോ. ഇതിൽ 33 സെർവിങ് ആണ് വരുന്നത്. 33 സെർവിങ് ആണ് വരുന്നത്. 26.2 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് അപ്രോക്സിമേറ്റ്ലി കുറച്ച് കൂടുതലുണ്ട്. 30 ഗ്രാമാണ് സെർവിങ് സൈസ്. 30 ഗ്രാമിൽ 26.2 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 47 ഗ്രാം BCAA വരുന്നുണ്ട്. പിന്നെ ഇത് 1 കിലോഗ്രാമിൻ്റെ ആണ് നെറ്റ് വെയിറ്റ് വരുന്നത്. ഓക്കെ, ഇതിൽ സാച്ചുറേറ്റഡ് ഓക്കെ അതൊന്നുമില്ല. ഇത് പ്യുവറായിട്ട് എന്താണ് വരുന്നത്, നമ്മുടെ സോയ് പ്രോട്ടീൻ ആണ് വരുന്നത്. നാച്ചുറലി ഒക്കറിങ് ഷുഗർ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1109 രൂപയാണ് വരുന്നത്. പക്ഷെ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരു ലെസ് ദൻ 1000 ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു 100 റുപ്പീസോളം റിഡക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂട്രാബേ പ്യുവർ സോയ് പ്രോട്ടീൻ ഐസൊലേറ്റ് ഇസ് എ ഹൈ ക്വാളിറ്റി വീഗൻ പ്ലാന്റ് പ്രോട്ടീൻ പൗഡർ ഫോർ ദോസ് ഹു ആർ ലാക്ടോസ് ഇൻടോളറൻറ്റ്. അത് പാല് ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. വെയിറ്റ് മാനേജ്മെന്റിന്, ഫാസ്റ്റർ റിക്കവറിക്ക്, അതുപോലെ തന്നെ മസിൽസ് ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിതിന് സഹായിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്കിത് കഴിച്ചു നോക്കാം. ഓക്കെ, ഞാൻ ഇന്ന് 1/2 kg ചിക്കൻ ആണ് കഴിച്ചിട്ടുള്ളത്. സോ എൻ്റെ പ്രോട്ടീൻ ഗോള് ആയിട്ടില്ല. അപ്പോൾ എനിക്കിത് കഴിക്കണം. അപ്പോൾ ഞാൻ നൈറ്റ് ഒരു 7:30 ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുമില്ല, നമുക്കിത് നേരെ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യല്ല, ഇത് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതും ഐസൊലേറ്റ് അല്ലേ, നമ്മുടെ ഐസൊലേറ്റ് ആണ് കേട്ടോ. എപ്പോഴും ഐസൊലേറ്റ് മേടിക്കാനായിട്ട് നോക്കാം. ഈ പ്രോട്ടീൻ ഐസൊലേറ്റ് തന്നെയാണ് മിക്കവാറും ഉണ്ടാവുക. ഐസൊലേറ്റ് കിട്ടി. ഓക്കെ, സോ ഐസൊലേറ്റ് ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പൊടി ഇങ്ങനെ പോകുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാ. ഓക്കെ ഓക്കെ, സോ നമുക്കിത് ഒന്ന് സ്കൂപ്പ് വേണ്ടേ, സ്കൂപ്പ് ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഓടെ സ്കൂപ്പ് കിട്ടി. ഓക്കെ, ഞാനാദ്യം കുറച്ച് വെള്ളം എടുക്കട്ടെ കേട്ടോ. ഓക്കെ, സോ ഫ്യൂവൽ വണ്ണിൻ്റെ ഷേക്കറാണ്. അതിലോട്ട് ആദ്യം എപ്പോഴും വെള്ളം എടുക്കണം കേട്ടോ. വെള്ളം എടുക്കുക, അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് വെള്ളം എടുക്കാതെ ആദ്യം നമ്മൾ പ്രോട്ടീനാണ് ഇടുന്നതെങ്കിൽ ഇത് കട്ട പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു സ്കൂപ്പ് ഇതാ, ഒരു സ്കൂപ്പ് ഓൾമോസ്റ്റ് ഇത്രയാണ് വരുന്നത്. 1 സ്കൂപ്പ്. ഓക്കെ, ഒരു സ്കൂപ്പ് നമ്മുടെ സോയ് പ്രോട്ടീൻ. ഓക്കെ ഓക്കെ, ഫൈൻ. മിക്സ് ചെയ്യാം. കൈമലൊക്കെ കുറച്ചായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മിക്സ് ചെയ്യാം. മിക്സബിലിറ്റി ഒക്കെ നോക്കാം. ഐസൊലേറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പൗഡേർഡ് ആയിട്ടുള്ള ഫോമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഷേക്ക് ചെയ്തിട്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, മറ്റേതിൽ നല്ല രീതിയിൽ പത പോലെ വരും കേട്ടോ. അത് കഴിക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് അത്യാവശ്യം ഷേക്ക് ചെയ്യണം. ഓക്കെ, ഷേക്ക് ചെയ്തു, കുടിച്ചു നോക്കാം. നല്ല കട്ടിയുണ്ട്. കട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. വെള്ളം കുറച്ചുകൂടി ആഡ് ചെയ്യണം. പക്ഷെ ഈ പ്രോട്ടീൻ്റെ അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ലെവലുള്ള ഇതൊന്നുമല്ല കേട്ടോ. സോ കുറച്ചും കൂടി ഐ തിങ്ക് കുറച്ചുകൂടി കംഫർട്ടാന്ന് തോന്നുന്നു. നല്ല രീതിയിൽ തിക്കാവുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയുണ്ടേ. ഇപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. മൂടിയൊക്കെ കേട്ടോ. ഓക്കെ, യെസ്, ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തു. നല്ല കട്ടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. നോക്കാം. സ്റ്റിൽ നല്ല കട്ടിയുണ്ട്. ഓക്കെ, ടേസ്റ്റ് വൈസ് വലിയ കുഴപ്പമില്ല. ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പീ പ്രോട്ടീൻ കുറച്ചും കൂടി നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. ടേസ്റ്റ് ഇല്ല, പക്ഷെ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. വലിയ ടേസ്റ്റ് ഒന്നുമില്ല. സാധാരണ വെള്ളം, കുറച്ച് തിക്കായിട്ടുള്ള വെള്ളം
എന്തോ പൊടിയിട്ടുണ്ട്, ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു പൊടിയിട്ടുള്ള ഒരു വെള്ളം, അത്രേ ഉള്ളൂ. തിക്നെസ് പക്ഷെ ഭയങ്കര തിക്നെസ്സാണ്. അപ്പൊ ഇതൊരു ഷേക്ക് കുടിച്ചാൽ തന്നെ ഭയങ്കരമായിട്ട് വയറ് ഫില്ലാവും. യെസ്, ഇതിന്റെ ഡൈജഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. കാരണം ന്യൂട്രബൈഡ് അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ന്യൂട്രബൈ അഫോർഡബിൾ ആണ് പ്രൈസ് വരുന്നത്. പിന്നെന്താ, പിന്നെ ഞാൻ സാധാരണ ഈ വില കുറഞ്ഞ തരത്തിലുള്ള പ്രോട്ടീനുകളൊക്കെ മേടിക്കുന്ന സമയത്ത് സ്റ്റൊമക്ക് ഡിസ്കംഫർട്ട് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, നല്ല സ്റ്റൊമക്ക് ഭയങ്കരമായിട്ട് ഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. ബിക്കോസ് ഇത് ഭയങ്കര തിക്നെസ് ആണ്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ തിക്കാണ്. ഓക്കെ, സാധാരണ ഒരു ഷേക്ക് കുടിക്കുന്ന സമയത്ത് അറിയാലോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാലോ. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് തിക്കാണ്. വയറ് ഫുള്ളായോ, ഓൾമോസ്റ്റ് കഴിക്കാൻ പറ്റാത്ത അത്രയും ഫുള്ളായിട്ടുള്ള പോലെ ഉണ്ട്. യെസ്. പിന്നെ ഇത് നമ്മൾ ഇത് ഒറ്റ ഇതിൽ കുടിക്കുന്നത് കൊണ്ട് ബർപ്പിംഗ് ഉണ്ടാവും. അങ്ങനെ അത് ബർപ്പിംഗ് കുറച്ച് കൂടുതലുണ്ടാവും. ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരിക്കലും ഞാൻ പേഴ്സണലി നിങ്ങളോട് പറയുന്നേ, ഇത് കഴിക്കുമ്പോൾ ഒരിക്കലും ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിച്ചോ, ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 3 മണിക്ക് എണീറ്റു, അതിനുശേഷം വീണ്ടും ഇത് കുടിച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഏത് ഫുഡ് ആയിക്കോട്ടെ സ്റ്റൊമക്കിന് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത് കുറച്ച് തിക്കാണെന്നുള്ളൂ, ബാക്കി ഓക്കെയാണ്. പ്രോട്ടീൻ ഗോളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ഫുഡിന്റെ കൂടെ നമുക്ക് സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേ പ്രോട്ടീൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ അതിനുള്ള ബെനിഫിറ്റും ഉണ്ട് കേട്ടോ. ഡെഫിനറ്റ്ലി വേ പ്രോട്ടീൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് പ്രോട്ടീൻ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ സോയ് പ്രോട്ടീൻ പ്രിഫർ ചെയ്യാം, അല്ലെങ്കിൽ പീ പ്രോട്ടീൻ ഐസൊലേറ്റ് പ്രിഫർ ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. പീ പ്രോട്ടീൻ ഞാൻ വീണ്ടും ഒരെണ്ണം കൂടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുകയാണെങ്കിൽ നമുക്ക് ഗീവ് അവേയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവായതുകൊണ്ട് നമുക്ക് കൊടുക്കാം. പക്ഷെ നിങ്ങൾ വ്യൂസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഫുള്ള് കഴിഞ്ഞു. ഈ പ്രോട്ടീനിലാണെങ്കിൽ ഇത് കുടിച്ചു കഴിഞ്ഞാലും കുറേ ഇങ്ങനെ പതയായിട്ട് ഇങ്ങനെ നിൽക്കും. ഞാൻ വീണ്ടും വെള്ളമൊഴിച്ച് കുടിക്കണം, വീണ്ടും പത നിൽക്കും, വീണ്ടും ഞാൻ വെള്ളമൊഴിച്ച് കുടിക്കണം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം വെള്ളമൊഴിച്ചിട്ട് കുടിക്കേണ്ടി വരും. കുറേ വെള്ളം ഞാൻ കുടിക്കേണ്ടി വരും. ഇതിൽ തിക്നെസ് കൂടുതലായതുകൊണ്ട് കുറേ വെള്ളം ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കമ്പാരിറ്റീവ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പീ പ്രോട്ടീൻ ഭയങ്കര ഇഷ്ടമായി. ന്യൂട്രാബയുടെ പീ പ്രോട്ടീൻ വളരെ ഇഷ്ടമായി. അതേപോലെ തന്നെ സോയ് പ്രോട്ടീനും വളരെ ഇഷ്ടമായി. കാരണം ജിമ്മിന് പോകുന്ന ഒരു ടേസ്റ്റിനൊന്നും പ്രിഫറൻസ് കൊടുക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബെസ്റ്റ് ചോയ്സ് ആണത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ആ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഏതെങ്കിലും സപ്ലിമെന്റിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ. താങ്ക് യു. പീ പ്രോട്ടീൻ കഴിച്ചതിന് ശേഷമുള്ള ഫിസിക്കാണ് ഈ കാണുന്നത്. നമ്മൾ ആ 1 ബോട്ടിൽ ഞാൻ 1 kg ഞാൻ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 10 ഡേയ്സിൽ ഞാൻ കൺസ്യൂം ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ എന്തുണ്ട്, റിസൾട്ട് ഉണ്ട്. ലീൻ മസിൽ മാസ് നമുക്ക് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ പീ പ്രോട്ടീൻ ഐസൊലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മസിൽ മാസൊക്കെ ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ പീ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് പീ പ്രോട്ടീൻ. ഞാൻ ആ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് മൈ കറൻറ്റ് ഫിസിക് ലെവൽ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇതാണ് നമ്മുടെ കറൻറ്റ് ഫിസിക് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല രീതിയിൽ റിസൾട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ പീ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ വർഷമായിട്ട് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. മാർഷൽ ആർട്സും കൂടി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മാസീവായിട്ടുള്ള ബോഡി പറ്റില്ല. ബിക്കോസ്
കിക്സ്, പഞ്ചസ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മാസീവായിട്ടുള്ള ബോഡി നമുക്ക് അതിനെ പറ്റില്ല. എന്നാലും അത്യാവശ്യം രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷേപ്പും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പ്രോട്ടീൻ ഗോളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് പോകാനായിട്ട് നോക്കാറുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ബാക്കി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.